എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ ടൈമിലെ ഗതാഗത മന്ത്രിയും നിലവിലെ MLA-യുമായിട്ടുള്ള ആന്റണി രാജുവിന് 3 വർഷം കഠിന തടവ്. ലഹരി കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള ആന്റണി രാജുവിന് 3 വർഷം തടവും പിഴയും, ഗൂഢാലോചനക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവ്, 10,000 രൂപ പിഴ, കള്ളത്തെളിവ് ഉണ്ടാക്കലിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുവദിച്ചാൽ മതി. ഇതോടെ ആന്റണി രാജു MLA-യുടെ MLA സ്ഥാനം നഷ്ടമാകും. വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. രാജ്യത്ത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള ശിക്ഷ വിധിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോൾ 8,52,223 ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഈ 1000 രൂപക്ക് അവകാശമുള്ള 33 ലക്ഷത്തിലധികം ആളുകളാണ് ഉള്ളത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്കുകളും അതോടൊപ്പം തന്നെ ഇനി എങ്ങനെ അപേക്ഷ നൽകണം, അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ, എന്നു മുതൽ തുക ലഭിച്ചു തുടങ്ങും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ 10 ദിവസത്തിനിടെ ലഭിച്ചത് 6,82,446 അപേക്ഷകൾ. കൂടുതൽ അപേക്ഷകൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 1,21,942 പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്നും അപേക്ഷിച്ചത്. കുറവ് ഇടുക്കിയിലാണ്. 10,117 അപേക്ഷകളാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ളത്. ഡിസംബർ 22 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. നിലവിൽ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ksmart.lsg.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ നൽകേണ്ടത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായ 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ഈ സഹായം ലഭ്യമാകുക. അന്ത്യോദയ അന്നയോജന, മഞ്ഞ റേഷൻ കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ്, ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക. വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, ഇവ ഒന്നും ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ടത്. ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയെല്ലാം അപേക്ഷ നൽകാവുന്നതാണ്. വാർഷിക മസ്റ്ററിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പദ്ധതിയിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണാവുന്നതാണ്. പെൻഷൻ ആദ്യ ഗഡുവിന്റെ വിതരണം ഈ ജനുവരിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും അതിവേഗമാണ് ഡിജിറ്റൽ റീസർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർവേ, റവന്യൂ, രജിസ്ട്രേഷൻ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകജാലക പോർട്ടലായിട്ടാണ് എൻ്റെ ഭൂമി പോർട്ടൽ രൂപീകരിച്ചിട്ടുള്ളത്. ഉടമസ്ഥാവകാശ രേഖകൾ, മാപ്പുകൾ, നികുതി വിവരങ്ങൾ എന്നിവ ഇനി ഇതിലൂടെ ലഭ്യമാകും. പഴയ ചെയിൻ സർവേയിലെ അപാകതകൾ പരിഹരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകളായ DGPS ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചാണ് അതിരുകൾ നിശ്ചയിക്കുന്നത്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഓരോ ഭൂവുടമകൾക്കും ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലഭിക്കും. ഇത് ഭൂമിയുടെ ആധികാരിക രേഖയായി മാറും. ഭൂമിയുടെ കൃത്യമായ വിസ്തീർണം, അതിരുകൾ, ഉടമസ്ഥൻ തുടങ്ങിയ വിവരങ്ങൾ QR കോഡ് സഹിതം രേഖപ്പെടുത്തിയിരിക്കും. അടുത്തത് റെഗുലറൈസേഷൻ ക്രമവൽക്കരണ ബില്ലാണ്. ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തുന്ന അധിക ഭൂമി ക്രമവൽക്കരിക്കുന്നതിനായി സർക്കാർ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർഷിപ്പ്, അതായത് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കൈവശമുണ്ടെങ്കിൽ അത് തർക്കമില്ലാത്തതാണ് എങ്കിൽ നിശ്ചയിച്ച ഫീസ് അടച്ച് നിയമപരമായി സ്വന്തമാക്കാൻ ഇതിലൂടെ സാധിക്കും. അതേസമയം കയ്യേറിയിട്ടുള്ള ഭൂമികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. 2026 കൂടി പൂർണ്ണമായും ഇതിലേക്ക് മാറും.
2026 ഭൂമി രജിസ്ട്രേഷൻ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഡിജിറ്റൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് DPMS, അതായത് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഡിജിറ്റൽ സ്കെച്ച് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ആധാരത്തിനൊപ്പം ചേർക്കണം. മറ്റൊന്ന് ഓട്ടോ മ്യൂട്ടേഷൻ ആണ്. അതായത് ഭൂമി രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ പോക്കുവരവ് നടപടികൾ തനിയെ പൂർത്തിയാകുന്ന സംവിധാനം വില്ലേജ് ഓഫീസുകളിൽ നടപ്പിലാക്കുകയാണ്. നേരത്തെ ഒരു ഭൂമി വാങ്ങിയാലും ഉടമസ്ഥാവകാശം പോക്കുവരവ് ചെയ്തതിന് ശേഷമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്ന് ആധാർ ലിങ്കിങ് ആണ്. ആൾമാറാട്ടം തടയാൻ രജിസ്ട്രേഷൻ സമയത്ത് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷൻ കർശനമാക്കിയിരിക്കുകയാണ്. മറ്റു പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് ഇനി പറയുന്നത്. എൻ്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായി നികുതി അടയ്ക്കാൻ സാധിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിലവിൽ 5% സ്റ്റാമ്പ് ഡ്യൂട്ടി, 2% രജിസ്ട്രേഷൻ ഫീസുമാണ് തുടരുന്നത്. മറ്റൊന്ന്, സർവേ സംബന്ധമായിട്ടുള്ള പരാതികൾ ഇനി വില്ലേജ് തലത്തിൽ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ഭൂമി ഇപ്പോഴത്തെ സർവേ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി endeBhoomi.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് ഇന്ന് വന്നിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സ്വയം ആധാരം എഴുതാനുള്ള സൗകര്യം രജിസ്ട്രേഷൻ വകുപ്പ് ഒഴിവാക്കി. പകരം ആധാരം രജിസ്ട്രേഷന് സംസ്ഥാനമൊട്ടാകെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകകൾ ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം. ഫോം രൂപത്തിലുള്ള 19 ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുന്നതിന് ആധാരമെഴുത്തുകാർക്കും അഭിഭാഷകർക്കും മാത്രമേ നിലവിൽ അനുമതിയുള്ളൂ എന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ലളിതവും വേഗത്തിലുമാക്കാനുമാണ് ടെംപ്ലേറ്റ് സംവിധാനം. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആധാരം രജിസ്ട്രേഷൻ ആദ്യം നടപ്പിലാക്കുക. ഇത് വിലയിരുത്തിയ ശേഷം മറ്റ് രജിസ്റ്റർ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കും. കാസർഗോഡ് ബദിയടുക്ക രജിസ്റ്റർ ഓഫീസിൽ ടെംപ്ലേറ്റ് സൗകര്യം ഉപയോഗിച്ച് ഓൺലൈനായി ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആധാരങ്ങളിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളെല്ലാം നിശ്ചിത മാതൃകയിലുള്ള ഫോമിൽ കൃത്യതയോടെ ചേർക്കുന്നതാണ് ടെംപ്ലേറ്റിന്റെ രീതി. അധിക വിവരങ്ങളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പ്രത്യേക സ്ഥലം ഉണ്ടാകും. ഇതെല്ലാം ചേർത്ത് ഓൺലൈൻ മുഖേന സബ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച് ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടുക്കിയാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും. ആധാരം എഴുത്തുകാർ മുഖേനയാകും ഇതെല്ലാം നടപ്പാക്കുക. രജിസ്ട്രേഷൻ ഓഫീസിലെ അഴിമതിയും ആധാരം എഴുത്തിലെ അമിത ഫീസും തടയാൻ രജിസ്ട്രേഷൻ നടപടി സുതാര്യമാക്കും. 2016 പൊതുജനങ്ങൾക്ക് സ്വന്തമായി ആധാരം എഴുതുന്നതിന് സർക്കാർ ഉത്തരവിറങ്ങിയത്. രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ആധാരം സ്വയം തയ്യാറാക്കുന്നതിനുള്ള മാതൃകയും ഉണ്ടായിരുന്നു. എന്നാൽ 9 വർഷത്തിനിടെ 10,000-ൽ പരം ആളുകൾ മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തിയുള്ളൂ. ആധാരം സ്വയം തയ്യാറാക്കുന്നത് നിർത്തണമെന്ന് ആധാരം എഴുത്തുകാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുള്ള ആളുകളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡിജിറ്റൽ സർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേക്ക് മുമ്പ് നിങ്ങളുടെ വില്ലേജിൽ നിന്നും നിങ്ങളുടെ പ്രദേശത്ത് ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം നൽകുകയും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയിക്കുകയും ചെയ്യും. അപ്പൊ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അതിരുകളെല്ലാം വെട്ടിത്തെളിച്ച് കൃത്യമായി അതിരുകൾ കാണത്തക്ക വിധത്തിൽ ആക്കി ഇടുന്നത് നല്ലതാണ്. സർവേ നടക്കുന്നതിലൂടെ അധികമുള്ള നിങ്ങളുടെ ഭൂമി ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി ഉണ്ട് എങ്കിൽ, മറ്റ് തർക്കങ്ങൾ ഇല്ലാത്തതാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കുറച്ച് ഫീസ് അടച്ചുകൊണ്ട് സ്വന്തമാക്കാൻ, അതായത് ആധാരമാക്കാൻ കഴിയുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ